1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന ലൈഫ് ലൈൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കുടുംബസംഗമം സംഘടിപ്പിച്ചു. ഒതായി എടപ്പറ്റ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സംഗമം എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ സഹജീവികളോട് സഹാനുഭൂതി തോന്നുന്നതൊക്കെ മനുഷ്യ സമൂഹത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. നമ്മൾ പല കാരണങ്ങൾ നമുക്കറിയാം. നമ്മളൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാധാരണയായി ജീവിതത്തിൽ ഒരു ചെറിയൊരു വരുമാനം, ഒരു കൂലിപ്പണിയാണെങ്കിലും ഒരു ചെറിയ വരുമാനം ഉണ്ടെങ്കിൽ വലിയ അകലില്ലാതെ ജീവിക്കാൻ സാധിക്കും. പക്ഷെ അതങ്ങനെ വളരെ നന്നായി ഒഴുകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത വലിയ അപകടങ്ങൾ, അതല്ലെങ്കിൽ രോഗങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലുമൊക്കെ വരുന്നു. നമ്മളെ പ്ലാനും ബഡ്ജറ്റും ഒക്കെ ആകെ താറുമാറാണ്. നമ്മളപ്പോഴൊക്കെയാണ് നമുക്ക് നമ്മുടെ കൂട്ടുകാരുടെ, അതല്ലെങ്കിൽ മറ്റു ബന്ധുക്കളുടെ, അതല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ, അതല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങളുടെ ഒക്കെ സഹായങ്ങൾ ആവശ്യമായി വരും. സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവരെ സാമ്പത്തികമായും ആരോഗ്യപരമായും സഹായിച്ച് അവരുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ലൈഫ് ലൈൻ ചാരിറ്റബിൾ സൊസൈറ്റി കൊണ്ട് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. നിലവിൽ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലുമാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. ലൈഫ് ലൈൻ പ്രസിഡന്റ് റസിയ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KT അൻവർ, KP ബാബുരാജ്, ഗ്രാമപഞ്ചായത്ത് അംഗം ജമീല ലത്തീഫ്, ഷിഹാബ് കാഞ്ഞിരാല, ലൈഫ് ലൈൻ ഒതായി കോർഡിനേറ്റർ CT ഗഫൂർ, യൂണിറ്റ് പ്രസിഡന്റ് പനക്കൽ മുഹമ്മദ് അലി, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജുനൈസ് കാഞ്ഞിരാല, കാക്കു ഫൗണ്ടേഷൻ കൺവീനർ അഷ്റഫ് പുളിക്കൽ, ഒതായി ലൗഷോർ സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ രഞ്ജിനി, ലൈഫ് ലൈൻ സെക്രട്ടറി KP റസീന, ലിജിമോൾ, പ്രകാശിനി, സഞ്ജുഷ് തുടങ്ങിയവർ സംസാരിച്ചു. രാവിലെ മുതൽ പരിപാടി വൈകുന്നേരം വരെ നീണ്ടുനിന്ന കുടുംബസംഗമത്തിൽ ലൈഫ് ലൈൻ അംഗങ്ങൾ അവതരിപ്പിച്ച വൈവിധ്യമാർന്ന കലാപരിപാടികൾ അരങ്ങേറി. ഈസ്റ്റ് ലൈവ്, എടവണ്ണ.